സാഹസം എന്നൊരു മൂവി കണ്ടു. സിനിമ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയുടെ ഒരു ജോണർ പറയുകയാണെങ്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് സംഭവങ്ങളും പിന്നെ ഇവരെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നതും മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കോമഡി ഉണ്ടാക്കി പിന്നെ അത് ഒരു ലാസ്റ്റ് വരുമ്പോൾ എല്ലാവരും കൂടി വന്നിട്ടുള്ള ഒരു ക്ലൈമാക്സും അപ്പൊ അങ്ങനത്തെ ഒരു മൂവിയാണ് സാഹസം. സിനിമയുടെ ഒരു പ്ലോട്ട് പറയുകയാണെങ്കിൽ മുംബൈയിലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ രണ്ട് അണ്ടർവേൾഡ് ഡോൺസ് ഉണ്ട്. ഒരാൾ വിക്ടർ, ഒരാൾ വൂൾഫ്. അപ്പൊ ഒരു ക്രിപ്റ്റോ കറൻസി ഡീലിങ്സിന് പിന്നാലെയാണ് ഇവർ പോകുന്നത്. അപ്പോൾ അത് ഇവർക്ക് പിന്നാലെ മുംബൈ പോലീസും ഉണ്ട്. അപ്പോൾ ഒരു എൻകൗണ്ടറിന്റെ ഇടയ്ക്ക് ഈ ക്രിപ്റ്റോ കറൻസി ഡീലിങ്സ് നടക്കുന്ന ഒരു ലാപ്ടോപ്പിന്റെ പാസ്വേഡ് മിസ്സായി പോവാണ്. അപ്പോൾ ആ പാസ്വേഡിന്റെ ഡീറ്റെയിൽസ് ഉള്ളതാണെങ്കിൽ കൊച്ചിയിലൊരു IT കമ്പനി ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ രണ്ട് ഡോൺസും ആ പാസ്വേഡിന് വേണ്ടിയിട്ട് കൊച്ചിയിലേക്ക് വരുന്നുണ്ട്. ഇവരെ പിന്തുടർന്ന് മുംബൈ പോലീസും കൊച്ചിയിലേക്ക് വരുന്നുണ്ട്. പിന്നെ കൊച്ചിയിൽ കുറച്ച് IT ടെക്കുകളും അവരുടെ ജീവിതമൊക്കെ കാണിക്കുന്നുണ്ട്. ഈ കൊച്ചിയിലെ ടെക്കി പിള്ളേരും അണ്ടർവേൾഡ് ഡോൺസും പോലീസും എല്ലാവരും കൂടി ഈ പാസ്വേഡിന് പിന്നാലെ നടക്കുന്നതും പിന്നീട് ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെയാണ് ഹ്യൂമറിന്റെ പശ്ചാത്തലത്തിലാണ് ഇവർ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയിൽ ഹ്യൂമർ ഉണ്ട്, പക്ഷേ ത്രൂ ഔട്ട് ഹ്യൂമർ ആയിട്ട് തോന്നിയില്ല. എല്ലാ ഹ്യൂമറും നമ്മളെ ചിരിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. ചില സംഭവങ്ങളൊക്കെ ഫ്ലാറ്റ് ആയിട്ട് പോകുന്നുണ്ട്, പക്ഷെ കുറച്ച് കോമഡീസ് ഒക്കെ വർക്ക് ആയിട്ടുണ്ട്. എന്നിരുന്നാലും സിനിമ നമ്മളെ ബോർ അടിപ്പിക്കുന്നൊന്നുമില്ല. ഒരു 2.5 മണിക്കൂർ ഫിലിം ഉണ്ട്, പക്ഷേ ത്രൂ ഔട്ട് സിനിമ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ നമുക്കൊരു ഫ്ലോയിൽ കണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ ബിപിൻ കൃഷ്ണയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സ്ക്രീൻ പ്ലേയും കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഒരു മെയിൻ പോസിറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. അപ്പൊ ആ ഒരു പെർഫോമൻസ് കൊണ്ടാണ് നമ്മൾ സിനിമ കുറച്ച് സ്ഥലത്ത് ലാഗ് വരുന്നുണ്ടെങ്കിലും ലെങ്ത് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മൾ കണ്ടിരിക്കുന്നത് ഇവരുടെ പെർഫോമൻസ് കൊണ്ടാണ്. ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് റംസാൻ ആണ്. നായികയായിട്ട് വരുന്നത് ഗൗരിയാണ്. അപ്പൊ ഇവർ രണ്ടുപേരുടെയും കെമിസ്ട്രിയും ഇവരുടെ പെർഫോമൻസും നല്ല രസമുണ്ടായിരുന്നു സിനിമയിൽ. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവര് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ക്യാരക്ടർ എന്ന് പറയുന്നത് ബാബു ആന്റണി ചെയ്ത ഡോണിന്റെ കഥാപാത്രമാണ്. പുള്ളി കൊച്ചിയിൽ വന്നു കഴിഞ്ഞിട്ട് പുള്ളിയുടെ ക്യാരക്ടർ ഷിഫ്റ്റ് ആവുന്നുണ്ട്. അപ്പൊ ചില സിറ്റുവേഷനിൽ ഒരു നിസ്സഹായാവസ്ഥയിലുള്ള പുള്ളിയുടെ ഒരു ചിരിയും കാര്യങ്ങളൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ബാബു ആന്റണി ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ഷൻ സീക്വൻസ് വരുമ്പോഴും ബാബു ആന്റണിയുടെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു രോമാഞ്ചമാണ്. അപ്പൊ നല്ല രീതിയിൽ തന്നെ അത് സെറ്റ് പീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബൈജു ഉണ്ട് ഈ സിനിമയിൽ. ബൈജുവും അത്യാവശ്യം നല്ലൊരു റോൾ തന്നെയാണ്. അത്യാവശ്യം മാസ് കാണിക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ബൈജു. ബൈജുവിന്റെ കൂടെ ഒരു പയ്യനുണ്ട്, പിന്നെ ഭഗത്ത് ഒരു റോൾ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലോയില് പുള്ളി ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരുപാട് കോമഡി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ ആ പെർഫോമൻസും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ റംസാന്റെ ഫ്രണ്ട്സ് ആയിട്ട് വരുന്ന ശബരീഷ് ഉണ്ട്, പപ്പൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പയ്യനുണ്ട്. അപ്പൊ അവരൊക്കെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ശബരീഷ് ഒരു കോഴിയുടെ റോളിലാണ്, പുള്ളി അത് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പപ്പന്റെ റോൾ ചെയ്ത പയ്യനും അടിപൊളിയായിരുന്നു. പിന്നെ നരേൻ ചെയ്തൊരു പോലീസ് ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ഭംഗിയായിട്ട് തന്നെ നരേൻ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ഹ്യൂമർ ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അടിപൊളിയായിട്ട് തന്നെ പുള്ളി അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാതെയാണ് ഈ സിനിമ കാണാൻ കയറിയത്. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലായ്മയിൽ നിന്നും എനിക്കൊരു വാച്ചബിൾ മൂവി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ സിനിമ കണ്ടപ്പോൾ കിട്ടിയത്. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.